ഹായ് ഓൾ, എല്ലാവർക്കും ടീച്ചിങ് എക്സാംസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് ചോദിച്ചു വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എവിടെ നിന്നൊക്കെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് 3000 കിലോഗ്രാം മാസ് ഉള്ള ഒരു ട്രക്കിന്റെ പ്രവേഗം 4 സെക്കൻഡിൽ 24 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡായി കുറയുന്നു. മന്ദീകരണത്തിനായി ഇവിടെ പ്രയോഗിക്കുന്ന ബലം എത്ര എന്നാണ് ചോദ്യം. അവിടെ ടേം ശ്രദ്ധിച്ചോണം. മന്ദീകരണത്തിനായി ഇവിടെ പ്രയോഗിക്കുന്ന ബലം എത്ര എന്നാണ് ചോദ്യം. മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്വരണമാണ്. മന്ദീകരണം എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ത്വരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മന്ദീകരണം എന്ന് പറയുക. അപ്പൊ ഈ നെഗറ്റീവ് ത്വരണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് മന്ദീകരണം. അവിടെ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ആദ്യമുണ്ടായിരുന്ന പ്രവേഗത്തിൽ നിന്ന് പ്രവേഗം കുറഞ്ഞു വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ത്വരണം അല്ലെങ്കിൽ മന്ദീകരണമാണ്. നമ്മൾ ആദ്യത്തെ പ്രവേഗം പരിഗണിക്കുന്നു. ആദ്യത്തെ പ്രവേഗത്തിൽ നിന്ന് പിന്നീട് വരുന്ന പ്രവേഗം കുറയുന്നുണ്ടെങ്കിൽ അത് മന്ദീകരണമാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. വേറെ ഒന്നും ആലോചിക്കേണ്ട. മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ത്വരണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങളിലേക്ക് വരുന്നു. നമുക്ക് തന്നിരിക്കുന്ന കാര്യം 3000 കിലോഗ്രാം മാസ് എം ഇസ് ഈക്വൽ ടു 3000 കിലോഗ്രാം. അപ്പൊ ഈ 3000 കിലോഗ്രാം മാസ് ഉള്ള ട്രക്കിന്റെ പ്രവേഗം 4 സെക്കൻഡിൽ, ടൈം തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. ഈ 4 സെക്കൻഡിൽ 24 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ആദ്യത്തെ പ്രവേഗം, ഈ വാഹനം സഞ്ചരിക്കുമ്പോൾ, ട്രക്ക് സഞ്ചരിക്കുമ്പം വാഹനത്തിന്റെ ആദ്യത്തെ പ്രവേഗം എന്ന് പറയുന്നത് എത്രയാ? 24 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. അവിടെ നിന്ന് ഈ പ്രവേഗം 4 സെക്കൻഡ് സമയം കൊണ്ട് 16 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ആദ്യത്തെ പ്രവേഗം u ഇസ് ഈക്വൽ ടു 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആദ്യ പ്രവേഗത്തെ നമ്മൾ u എന്നുള്ള അക്ഷരം വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ആദ്യ പ്രവേഗം u ഇസ് ഈക്വൽ ടു 24 മീറ്റർ പെർ സെക്കൻഡും അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ v വെച്ച് റെപ്രസെന്റ് ചെയ്യും. അന്ത്യപ്രവേഗം അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്ന v ആണ്. v ഇസ് ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, മന്ദീകരണത്തിനായി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ബലം എത്ര എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ മന്ദീകരണത്തിന് വേണ്ടി ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ബലം എത്ര എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കുക. സോ ബലം കണക്കാക്കുന്ന സമവാക്യം F ഇസ് ഈക്വൽ ടു MA അല്ലെ? ബലം കണക്കാക്കുന്ന സമവാക്യം F ഇസ് ഈക്വൽ ടു MA ആണ്. M എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ M തന്നേക്കുന്നേ? എമ്മിന്റെ വാല്യൂ നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാ? എമ്മിന്റെ വാല്യൂ 3000 കിലോഗ്രാം. അപ്പൊ M ഇസ് ഈക്വൽ ടു 3000 ഇൻറ്റു എ എന്ന് പറയുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നിട്ടില്ല. ഈ ആക്സിലറേഷൻ കണക്കാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം A ഇസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. ആക്സിലറേഷൻ ത്വരണം എന്ന് പറയുന്നത് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെ നമ്മൾ ത്വരണമെന്ന് പറഞ്ഞു. അത് കണക്കാക്കുന്ന സമവാക്യം A ഇസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. അപ്പോൾ എനെ നമുക്ക് എങ്ങനെ എഴുതാം? V മൈനസ് U ബൈ T എന്ന് എഴുതാം. സോ 3000 ഇൻറ്റു എ എത്രയാ? V മൈനസ് U ബൈ T ആണ്. V നമുക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയാ നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ നമുക്ക് V തന്നിരിക്കുന്നത് 16 മീറ്റർ പെർ സെക്കൻഡ്. സോ 16 മൈനസ് U എത്രയാ തന്നേക്കുന്നേ? U തന്നിരിക്കുന്നത് 24 മീറ്റർ പെർ സെക്കൻഡ്. സോ 24 ഡിവൈഡഡ് ബൈ ടൈം 4 സെക്കൻഡ്. സോ ആൻസറിലേക്ക് നമ്മൾ വരുന്നു. 3000 ഇൻറ്റു അല്ലേ, നമ്മുടെ ആൻസർ എത്രയാ പറഞ്ഞേക്കണേ? 3000 ഇൻറ്റു 16 മൈനസ് 24. ആൻസർ എത്രയാ? -8 ഡിവൈഡഡ് ബൈ 4. 3000 ഇൻറ്റു -8 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം -2. നമ്മുടെ ആൻസർ -6000 ന്യൂട്ടൺ. -6000 ന്യൂട്ടൺ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷനിൽ -6000 ന്യൂട്ടൺ ഉണ്ടോ നോക്കിക്കോ. -6000 ന്യൂട്ടൺ നമ്മുടെ ആൻസറിൽ ഇല്ല. -6000 ന്യൂട്ടൺ നമ്മുടെ ആൻസറിൽ ഇല്ല. -6000 ന്യൂട്ടൺ ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? അവിടെ മന്ദീകരണത്തിനായി പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചേക്കുന്ന വാല്യൂ -6000 ന്യൂട്ടൺ ആണ്. ഈ -6000 ന്യൂട്ടത്തിൽ മൈനസ് കാണിക്കുന്നത് മന്ദീകരണമാണ് എന്നാണ്.
അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് മന്ദീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഓപ്ഷനിൽ -6000 എന്നത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ പിന്നെ 6000 ന്യൂട്ടൺ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ആൻസർ 6000 ന്യൂട്ടൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 6000 ന്യൂട്ടൺ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. കാരണം ബലം അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബലം അളക്കുന്ന യൂണിറ്റ്, ബലത്തിന്റെ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ന്യൂട്ടൺ. ബലം അളക്കുന്ന യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. രണ്ടാമത് നമുക്ക് എന്ത് പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പറയാം, അല്ലെങ്കിൽ ഡൈൻ പറയാം. ഇതൊക്കെ ബലം അളക്കുന്ന യൂണിറ്റുകളാണ്. ഒന്നെങ്കിൽ ന്യൂട്ടൺ, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഡൈന് പറയാം. ഇവിടെ ഓപ്ഷനിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇല്ല, പക്ഷേ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്. അവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നേക്കുന്നത് നോക്കിക്കേ, 6000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ അതിന് ആൻസർ ആയിട്ട് എടുക്കാമായിരുന്നു. കാരണം എന്താ? 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. അവിടെ സെക്കൻഡ് സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ഓപ്ഷൻ ബി ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ആൻസർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക, ഇൻഫ്രാസോണിക് ശബ്ദത്തിന്റെ ആവൃത്തി എത്ര? അപ്പൊ ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കണം. നമ്മൾ ഈ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും പരിഗണിക്കപ്പെടുന്നത് മനുഷ്യന്റെ ശ്രവണ പരിധിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്, ഓഡിബിൾ ഫ്രീക്വൻസി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ, മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് പറയാം. കാരണം 1000 ഹെർട്സിനെയാണ് 1 കിലോ ഹെർട്സ് എന്ന് പറയുക. അപ്പൊ 1000 ഹെർട്സിനെ 1 കിലോ ഹെർട്സ് എന്ന് പറയുന്നത് കൊണ്ട് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. ഈ മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിൽ ഫ്രീക്വൻസിയിൽ വരുന്ന എല്ലാത്തിനെയും നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. അപ്പൊ 20 ഹെർട്സിൽ താഴ്ന്നതിനെ നമ്മൾ ഇൻഫ്രാസോണിക് എന്നും, 20,000 ഹെർട്സിൽ ഉയർന്നതിനെ, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിൽ ഉയർന്നതിനെ അൾട്രാസോണിക് എന്നും പറയും. അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. 20 ഹെർട്സിൽ താഴ്ന്നതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിച്ചു, 20,000 ഹെർട്സിൽ ഉയർന്നതിനെ അൾട്രാസോണിക് എന്ന് വിളിച്ചു. ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്നതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ ശ്രവണ പരിധി തുടങ്ങുന്നത് 20 ഹെർട്സിലാണ്. അപ്പൊ 20 ഹെർട്സിൽ താഴ്ന്നതിനെയെല്ലാം ഇൻഫ്രാസോണിക് എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 20 ഹെർട്സിൽ കുറവ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. 20 ഹെർട്സിൽ കുറവ് വരുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇൻഫ്രാസോണിക്. ക്ലിയർ ആണോ? അപ്പൊ ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ജീവികൾ, ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫ്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ആനയെ പറയാൻ പറ്റും, തിമിംഗലത്തെ പറയാൻ പറ്റും. അപ്പൊ ഈ ആനകളും തിമിംഗലങ്ങളും ഒക്കെ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പ സമയത്തുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് ആണ്. അപ്പൊ ഇവരൊക്കെ ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങളാണെങ്കിൽ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിക്കുന്നവയാണ് വവ്വാലുകൾ, ഡോൾഫിനുകൾ മുതലായവ. അപ്പൊ ഈ വവ്വാലുകളോ ഡോൾഫിനുകളോ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ആവൃത്തിയിലുള്ളത്, അല്ലെ? അപ്പൊ ഈ മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദ തരംഗങ്ങളെ വിളിക്കുന്നവരാണ് അൾട്രാസോണിക് എന്ന് പറയുക. ഈ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നവരാണ് വവ്വാലുകളും ഡോൾഫിനുകൾ മുതലായവയെല്ലാം. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും ഫ്രീക്വൻസി പറയുന്നത് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്നത് എന്ന പരിധി വെച്ചിട്ടാണ്. 20 ഹെർട്സിൽ താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക്, 20,000 ഹെർട്സിൽ ഉയർന്നതാണെങ്കിൽ അൾട്രാസോണിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷിൽ വൈദ്യുതോർജം കാന്തികോർജമായിട്ട് മാറുന്നു. ശ്രദ്ധിച്ചോണം.
വൈദ്യുതോർജം കാന്തികോർജമായിട്ട് മാറുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഇലക്ട്രിക് ബെല്ല്, ഫിലമെന്റ് ലാമ്പ്, ഇലക്ട്രിക് കെറ്റിൽ, ഇലക്ട്രിക് ഹീറ്റർ. ഇതിലേതിലായിരിക്കും വൈദ്യുതോർജം കാന്തികോർജമായിട്ട് മാറുക എന്നതാണ് നമ്മുടെ ചോദ്യം. സോ ഇതിലേതായിരിക്കും നമ്മുടെ ആൻസർ? വൈദ്യുതോർജം കാന്തികോർജമായിട്ട് മാറണം. നമ്മൾ നോക്കിക്കേ, ഇലക്ട്രിക് ബെൽ. ഇലക്ട്രിക് ബെല്ലിൽ നടക്കുന്ന പ്രവർത്തനം എന്താ? ഇലക്ട്രിക് ബെല്ലിൽ നമ്മൾ സ്വിച്ച് അമർത്തുന്നു. ആ ഇലക്ട്രിക് ബെല്ലിൽ നമ്മുടെ കോളിംഗ് ബെല്ല് ഉണ്ടല്ലോ, അപ്പോൾ ഈ കോളിംഗ് ബെല്ല് അല്ലെങ്കിൽ ഇലക്ട്രിക് ബെല്ലിൽ നമ്മൾ സ്വിച്ച് അമർത്തുന്നു. ഈ സ്വിച്ച് അമർത്തുന്ന സമയത്ത് വൈദ്യുത പ്രവാഹമുണ്ടാകും. ആ ഈ സ്വിച്ച് അമർത്തുന്ന സമയത്ത് വൈദ്യുത പ്രവാഹമുണ്ടാവും. ഈ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ബെല്ലിനുള്ളിൽ വൈദ്യുത കാന്തം രൂപപ്പെടും. വൈദ്യുതിയുടെ പ്രവാഹം മൂലം അതിനുള്ളിൽ കാന്തിക സ്വഭാവം കൈവരും. അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ? ഈ ബെല്ലിനുള്ളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ വൈദ്യുതിയുടെ പ്രവാഹം മൂലം അതിന് കാന്തിക സ്വഭാവം കൈവരും. ഈ കാന്തിക സ്വഭാവം മൂലം ഇത് മറ്റൊരു ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്തുവുമായിട്ട് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതൊരു കാന്തമായിട്ട് മാറി. ഈ കാന്തം മറ്റൊരു ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അവർ തമ്മിൽ വന്ന് അടിക്കും. അപ്പോൾ ഈ മെറ്റലിലേക്ക് അത് വന്നടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ശബ്ദം പുറത്തേക്ക് വരും. അപ്പോൾ ഈ ശബ്ദം പുറത്തു വരുന്ന സമയത്ത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്പ്രിങ് ആ വസ്തുവിനെ, ആ നീഡിലിനെ പുറകിലേക്ക് വലിക്കും. അപ്പോൾ ഈ പുറകിലേക്ക് വലിക്കുമ്പം ഇത് ബാക്കോട്ട് മൂവ് ചെയ്യും. വീണ്ടും കാന്തം ആകർഷിക്കുമ്പോൾ ഇത് നേരെ വന്ന് ഇതിനകത്ത് സ്പർശിക്കും. അപ്പോൾ ആ സമയത്ത് ശബ്ദം തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ സ്വിച്ചിൽ നിന്ന് നിങ്ങൾ കൈയെടുക്കുന്നത് ആ സമയത്ത് വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും അതിൻ്റെ കാന്തിക സ്വഭാവം നഷ്ടമാവുകയും ചെയ്യും. അങ്ങനെ കാന്തിക സ്വഭാവം നഷ്ടമാകുമ്പോൾ അത് വന്നിട്ട് തമ്മിൽ കൂട്ടിയിടിക്കുന്ന പ്രക്രിയ നിൽക്കുകയും ശബ്ദം നിലയ്ക്കുകയും ചെയ്യും. ഇത്രയുള്ള കാര്യം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രിക് ബെല്ലിൽ സംഭവിക്കുന്നത് വൈദ്യുതി പ്രവഹിക്കുന്നത് മൂലം അവിടെ കാന്തിക ബലം ഉണ്ടാവുകയും ഈ കാന്തിക ബലം മൂലം അവിടെ അത് ചലിച്ച് മറ്റൊരു ഭാഗത്ത് പോയി അടിക്കുകയും ശബ്ദം പുറത്തു വരികയും ചെയ്യും. അപ്പോൾ വൈദ്യുതി മൂലം കാന്തിക സ്വഭാവം ഉണ്ടായി. അപ്പോൾ വൈദ്യുതോർജം കാന്തികോർജമായിട്ട് മാറുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഇലക്ട്രിക് ബെൽ. അപ്പോൾ ഇലക്ട്രിക് ബെല്ലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വൈദ്യുതോർജം കാന്തികോർജമാക്കി മാറ്റും. ഈ കാന്തികോർജം മൂലമാണ് അവിടെ ശബ്ദം പുറപ്പെടുന്നത്. അവിടെ ആ കാന്തികോർജം മൂലം അത് വന്ന് തമ്മിലിടിക്കുകയും അവിടെ നിന്ന് ശബ്ദം പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മുടെ ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ഓരോന്നിലും നടക്കുന്ന കാര്യം. ഫിലമെന്റ് ലാമ്പിൽ എന്താ നടക്കുക? ഫിലമെന്റ് ലാമ്പിൽ എന്താ നടക്കുന്ന പ്രക്രിയ? ഫിലമെന്റ് ലാമ്പിൽ നടക്കുന്നത് വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്ത് താപം രൂപപ്പെടും. വൈദ്യുതോർജം താപോർജമായിട്ട് മാറുകയും ആ താപം മൂലം അവിടെ പ്രകാശം പുറത്തു വരികയും ചെയ്യുകയാണ് ഫിലമെന്റ് ലാമ്പുകളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഫിലമെന്റ് ലാമ്പുകളിൽ വൈദ്യുതോർജത്തെ താപോർജമാക്കിയാണ് മാറ്റുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുക. ഇലക്ട്രിക് കെറ്റിലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്തായിരിക്കും? ഈ ഇലക്ട്രിക് കെറ്റിലിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റും? താപോർജമാക്കി മാറ്റുന്ന ഉപകരണം തന്നെയാണ് ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുക, അല്ലെ? ഇലക്ട്രിക് കെറ്റിൽ, നമ്മൾ കെറ്റിലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് വൈദ്യുതി ഉപയോഗിച്ച് ആ വൈദ്യുതിയെ താപമാക്കി മാറ്റിയാണ് ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കുക. ഇലക്ട്രിക് ഹീറ്റർ ഉപയോഗിക്കുന്നതും വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നത് തന്നെയാണ്. പക്ഷെ വൈദ്യുതോർജത്തെ കാന്തികോർജമാക്കി മാറ്റുന്നത്, വൈദ്യുതോർജത്തെ കാന്തികോർജമാക്കി മാറ്റുന്ന ഉപകരണം എന്ന് പറയുന്നത് ഇലക്ട്രിക് ബെല്ലാണ്. നമ്മുടെ ഓപ്ഷൻ ആൻസർ എ ആയിരിക്കും. ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വഞ്ചി തുഴയുമ്പോൾ വെള്ളത്തെ പുറകിലേക്ക് തള്ളുന്നു, പിന്നിലേക്ക് തള്ളുന്നു. അതേസമയം വഞ്ചി മുന്നോട്ട് നീങ്ങുന്നു. ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട നിയമം ഏത്? ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഇതിലേതായിരിക്കും വഞ്ചി തുഴയുന്ന സമയത്ത് വെള്ളത്തെ നമ്മൾ പുറകിലേക്ക് തള്ളുമ്പം വഞ്ചി മുന്നോട്ട് നീങ്ങുന്നു? ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കണ്ണും പൂട്ടി നമുക്ക് പറയാം. ന്യൂട്ടന്റെ 4 നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന്, സാർവിക ഗുരുത്വാകർഷണ നിയമം. ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ എന്താ ന്യൂട്ടൻ പറഞ്ഞേക്കണേ? ന്യൂട്ടൻ രണ്ട് കാര്യങ്ങളാണ് സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സാർവിക ഗുരുത്വാകർഷണ നിയമം ഈ നിയമത്തിൽ ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, 2 വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുന്നു. ഈ 2 വസ്തുക്കളും തമ്മിൽ ആകർഷിക്കുമ്പം ഇവ തമ്മിലുള്ള ആകർഷണ ബലം
അവയുടെ മാസിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇതാണ് ന്യൂട്ടൺ ആദ്യം പറഞ്ഞേക്കുന്ന കേസ്. രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുമ്പോൾ ഇവ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസിൻ്റെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ആദ്യത്തെ വസ്തുവിൻ്റെ മാസിനെ ക്യാപിറ്റൽ എന്നും രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസിനെ സ്മോൾ എന്നും എടുത്താൽ ഈ രണ്ടും തമ്മിലുള്ള ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടാവുക. ഇനി ഈ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലം ഇവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള അകലത്തെ നമ്മൾ ഡി എന്നെടുത്താൽ ഈ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും ആകർഷണ ബലം. ഇതാണ് ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുക. അപ്പം ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസിൻ്റെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി, രണ്ടാമത്തൊരു കണക്ഷനും കിട്ടി. ഈ രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് എഴുതുന്നു. അടുത്ത പോയിന്റിൽ നോക്കുക, എഫ് പ്രൊപ്പോർഷണൽ ടു m/d². അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ സംയോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? എഫ് പ്രൊപ്പോർഷണൽ ടു mm/d². അപ്പോൾ ഇതൊരു പ്രൊപ്പോർഷണാലിറ്റിയാണ്, അനുപാതമാണ്. അതിനെ നമ്മൾ സമവാക്യത്തിലേക്ക് മാറ്റുമ്പം എഫ് =g/m/d². ഇതാണ് ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട സമവാക്യം എന്ന് പറയുക. ഓക്കെ, അപ്പം ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട സമവാക്യം എന്ന് പറയുന്നത് എഫ് =g/m/d². ഇവിടെ ഫൈനൽ സ്റ്റേജിൽ ഒരു ക്യാപിറ്റൽ ജി ആഡ് ചെയ്ത് വന്നിട്ടില്ലേ? ഇവിടെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്യാപിറ്റൽ ജി ആഡ് ചെയ്ത് വന്നു. ഈ ക്യാപിറ്റൽ ജി ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുക. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുക. ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ച ആളുടെ പേര് ഹെൻറി കാവൻഡിഷ് ആണ്. ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷും അതിന്റെ മൂല്യം എന്ന് പറയുന്നത് G = 6.67 × 10⁻⁻11 Nm² ഡിവൈഡഡ് ബൈ kg². ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ മൂല്യം എന്ന് പറയുക. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ മൂല്യം ആദ്യമായി കണക്കാക്കിയ ആളുടെ പേര്, പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ആളുടെ പേര് ഹെൻറി കാവൻഡിഷ്. അതിന്റെ മൂല്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 6.67 × 10⁻⁻11 Nm² ഡിവൈഡഡ് ബൈ kg². ഇത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്താ? എന്തിനെയാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുക? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ ന്യൂട്ടൺ പറയുന്നത്, ഒന്നാമത്തെ കാര്യം നോക്കിക്കേ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ ന്യൂട്ടൺ പറയുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം അസന്തുലിതമായ, ഇതാണ് ഒന്നാമത്തെ ടേം, അസന്തുലിതമായ ബാഹ്യബലം. അസന്തുലിതമായ ബാഹ്യബലം. അപ്പൊ രണ്ടാമത്തെ ടൈം കിട്ടി, ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ. അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. അപ്പം ന്യൂട്ടൺ ഇവിടെ പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥ മാറ്റണമെങ്കിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനം മാറ്റണമെങ്കിലോ അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടണം. അങ്ങനെ അസന്തുലിതമായൊരു ബാഹ്യബലം വരുന്നത് വരെ ഒന്നെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലായിരിക്കും. അപ്പോൾ അവിടെ ബ്രീഫായിട്ട് പറഞ്ഞാൽ വസ്തുവിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമപ്രകാരം അസന്തുലിതമായ ബാഹ്യബലം വേണം. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടണം. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കുന്നത് വരെയാണ് വസ്തു നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലൂടെയുള്ള സമാന ചലനത്തിലോ തുടരുക. അപ്പോൾ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥ മാറ്റണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം വേണം. വസ്തുവിൻ്റെ സമാന ചലനം മാറ്റണമെങ്കിൽ അസന്തുലിത ബാഹ്യബലം വേണം. വസ്തുവിൻ്റെ ദിശ മാറ്റണമെങ്കിൽ അസന്തുലിതമായ ബാഹ്യബലം വേണം. ഇത്രയാണ് ന്യൂട്ടൺ ഒന്നാം ചലന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഈ ഒന്നാം ചലന നിയമമാണ് ബലത്തിന് നിർവചനം നൽകുന്നത്. അപ്പൊ ഈ ബലത്തിന് നിർവചനം നൽകുന്ന ചലന നിയമം എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണ്. അപ്പൊ ഈ ബലത്തിന് നിർവചനം നൽകുന്ന ചലന നിയമം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമമാണെങ്കിൽ രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ വരുന്നു. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഈ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ ന്യൂട്ടൻ പറയുന്നത് ഒരു വസ്തുവിന് സംഭവിക്കുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ഒരു വസ്തുവിന് സംഭവിക്കുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന് നേർദിശയിലും നേരനുപാതത്തിലുമായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം എന്ന് ക്ലിയർ ആണല്ലോ. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന് നേർദിശയിലും നേരനുപാതത്തിലും ആയിരിക്കുമെന്ന് പറയുന്നതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഈ രണ്ടാം ചലന നിയമമാണ് ബലത്തിന്റെ സമവാക്യം രൂപീകരിച്ചിരിക്കുന്ന ചലന നിയമം. നമ്മുടെ F=ma എന്ന് പറയുന്ന ഇക്വേഷൻ, ആ F=ma എന്ന് പറയുന്ന ഇക്വേഷൻ രൂപീകരിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രണ്ടാം ചലന നിയമത്തിൽ നിന്ന് ആക്ക വ്യത്യാസത്തിന്റെ നിരക്കിനെ കുറിച്ചാണ് പറയുക. അപ്പൊ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് ഏത് ബലമാണോ പ്രയോഗിക്കപ്പെടുന്നത് ആ ബലത്തിന്റെ ദിശയിലായിരിക്കും, പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന് നേരനുപാതത്തിലുമായിരിക്കും എന്നതാണ് രണ്ടാം ചലന നിയമം. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം പറയുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അല്ലെ? അപ്പൊ ഏതൊരു പ്രവർത്തനത്തിലും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം. സോ ആക്ഷനെ കുറിച്ചും റിയാക്ഷനെ കുറിച്ചും പറയുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. അപ്പൊ ഇവിടെ ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പം ഈ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിൽ ഒരിക്കലും ക്യാൻസൽ ആവൂല. അപ്പം എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ ആക്ഷൻ ഒരു വസ്തുവിൽ പ്രയോഗിക്കുമ്പം മറ്റൊരു വസ്തുവിലാണ് റിയാക്ഷൻ പ്രയോഗിക്കപ്പെടുക. അവിടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിൽ ക്യാൻസൽ ആവൂല. കാരണം ഏത് വസ്തുവിലേക്കാണോ ആക്ഷൻ പ്രയോഗിക്കപ്പെടുന്നത് മറ്റൊരു വസ്തുവിലായിരിക്കും അതിൻ്റെ റിയാക്ഷൻ അനുഭവപ്പെടുക. ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളിലാണ് അനുഭവപ്പെടുക. ഇതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം നോക്കിക്കേ. വഞ്ചി തുഴയുമ്പോൾ വെള്ളത്തെ പിന്നിലേക്ക് തള്ളുന്നു. അപ്പോൾ ഇവിടെ വെള്ളത്തെ പിന്നിലേക്ക് തള്ളുന്നു, ഇതാണ് അതിൻ്റെ ആക്ഷൻ. അത് ജലത്തിലാണ് അവിടെ നമ്മളൊരു ബലം പ്രയോഗിച്ചത്. ആ ജലത്തിലേക്ക് പ്രയോഗിച്ച ബലത്തിന്റെ ഇമ്പാക്റ്റ് മൂലം വഞ്ചി മുന്നോട്ട് നീങ്ങുന്നു. അപ്പൊ അവിടെ ആക്ഷൻ കൊടുത്തത് ജലത്തിലാണെങ്കിൽ റിയാക്ഷൻ വന്നിരിക്കുന്നത് വഞ്ചിയിലേക്കാണ്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്കല്ലേ വന്നേക്കണേ. ഇത് എത്രാം ചലന നിയമപ്രകാരമാ? മൂന്നാം ചലന നിയമപ്രകാരമാണ്. എത്രാം ചലന നിയമപ്രകാരമായിരിക്കും? മൂന്നാം ചലന നിയമപ്രകാരം. അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം, ആക്ഷനും റിയാക്ഷനും ഒരിക്കലും അത് തുല്യവും വിപരീതവുമാണെങ്കിലും ക്യാൻസൽ ആവൂല. കാരണം ഒരു വസ്തുവിലേക്ക് ആക്ഷൻ പ്രയോഗിക്കപ്പെടുമ്പം രണ്ടാമത്തെ വസ്തുവിലേക്കാണ് റിയാക്ഷൻ പ്രയോഗിക്കപ്പെടുന്നത്. അത് തന്നെയാണ് പറയുക, വെടിയുണ്ട പുറത്തേക്ക് തെറിക്കുമ്പം തോക്ക് പുറകിലേക്ക് ചലിക്കുന്നു. വെടിയുണ്ട പുറത്തേക്ക് തെറിക്കുന്നത് ആക്ഷനും തോക്ക് പുറകിലേക്ക് ചലിക്കുന്നത് റിയാക്ഷനുമാണ്. അപ്പൊ വെടിയുണ്ടയിൽ ആക്ഷനും തോക്കില് റിയാക്ഷനുമാണ് അനുഭവപ്പെടുക. രണ്ടും വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളിലായതുകൊണ്ടാണ് ആക്ഷനും റിയാക്ഷനും പരസ്പരം ക്യാൻസൽ ആകാത്തത്. അപ്പൊ ഇതിന് ഉത്തരം കിട്ടിയല്ലോ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. അപ്പോൾ ഓർത്ത് വെച്ചോണം. നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളെയും കണക്ട് ചെയ്ത് ഇങ്ങനെ പറയാം. ബലത്തിന്റെ നിർവചനം വന്നിരിക്കുന്നത് ഒന്നാം ചലന നിയമം. ഓക്കെ, അപ്പൊ ബലത്തിന്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷൻ, ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം, ബലത്തിന്റെ നിർവചനം നൽകിയിരിക്കുന്നത് ഒന്നാം ചലന നിയമമാണെങ്കിൽ ബലത്തിന്റെ സമവാക്യം വന്നിരിക്കുന്നത് രണ്ടാം ചലന നിയമം. അല്ലെ? അപ്പൊ ബലത്തിന്റെ സമവാക്യം വന്നിരിക്കുന്നത് രണ്ടാം ചലന നിയമമാണ്. അപ്പൊ ഈ ബലത്തിന്റെ സമവാക്യം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാം ചലന നിയമത്തിൽ നിന്നാണെങ്കിൽ അവിടെ ഒരു ചെറിയ കാര്യം കൂടി ഓർത്തിരിക്കണം. ബാഹ്യബലത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്
ബാഹ്യബലത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ചലന നിയമമാണ്. അതിന്റെ കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാഹ്യബലത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ബാഹ്യബലത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാം ചലന നിയമപ്രകാരമായിരിക്കും? മൂന്നാം ചലന നിയമപ്രകാരമായിരിക്കും. കാരണം ഒരു വസ്തുവിലേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നത്, ആക്ഷൻ പ്രയോഗിക്കപ്പെട്ടാൽ മറ്റൊരു വസ്തുവിലാണ് റിയാക്ഷൻ അനുഭവപ്പെടുക. അപ്പൊ ഈ വസ്തുവിൽ ഉണ്ടാകുന്ന റിയാക്ഷന് കാരണം മറ്റൊരു വസ്തുവിൽ പ്രയോഗിക്കപ്പെട്ട ആക്ഷനാണ്. അപ്പം വെടിയുണ്ടയിൽ പ്രയോഗിക്കപ്പെടുന്ന ബലം മൂലമാണ് തോക്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത്. വെള്ളത്തിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് തോണിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഓരോന്നും ബലം പ്രയോഗിക്കപ്പെടുന്നത് മറ്റൊരു വസ്തുവിലാണ്. അതുകൊണ്ട് ബാഹ്യബലത്തിൻ്റെ സ്രോതസ്സുകൾ, എക്സ്റ്റേണലി ആണ് അവിടെ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുന്നത്. ആ ഫോഴ്സിൻ്റെ സോഴ്സിനെ കുറിച്ച് പറയുന്നത്, ബലത്തിൻ്റെ സ്രോതസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ചലന നിയമത്തിലായിരിക്കും. ഓർത്തു വെച്ചോണം, ബാഹ്യബലത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ചലന നിയമം. അപ്പൊ 3 ടേമുകളായി. ബലത്തിന്റെ നിർവചനം ഒന്നാം ചലന നിയമം, ബലത്തിന്റെ സമവാക്യം രണ്ടാം ചലന നിയമം, ബാഹ്യബലത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാം ചലന നിയമം. സോ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം -25 സെന്റിമീറ്റർ ആണ്. ഇത് ഏതു തരം ലെൻസാണ്, ഇതിന്റെ പവർ എത്ര എന്നതുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ചോദ്യം ക്ലിയർ ആണല്ലോ? നമുക്ക് തന്നിരിക്കുന്ന കാര്യം, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരം -25 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ ലെൻസിന്റെ ഫോക്കസ് ദൂരം -25 സെന്റിമീറ്റർ ആണ്. ഇത് ഏതു തരം ലെൻസാണ്? ഇവിടെ നമ്മൾ നോക്കുക, ലെൻസിന്റെ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട്. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് F = -25 സെന്റിമീറ്റർ. ഇവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ന്യൂ കാർട്ടീഷ്യൻ നിയമപ്രകാരം നമ്മൾ 2 ലെൻസുകളെയും പരിഗണിക്കുന്നു. ഒന്നാമത്തെ ലെൻസ് കോൺവെക്സ് ആണ്, രണ്ടാമത്തെ ലെൻസ് കോൺകേവ് ആണ്. ഇങ്ങനെ 2 ലെൻസുകളെയും പരിഗണിക്കുന്നു. ഇവിടെ ഈ ഒരു മുഖ്യ അക്ഷം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് നമ്മൾ വരച്ചു. ഒപ്റ്റിക് ആക്സിസ് 2 ലെൻസിലും വരച്ചു. ഈ 2 ലെൻസുകളിലും ഒപ്റ്റിക് ആക്സിസ് വരച്ചതിന് ശേഷം നമ്മൾ നോക്കുക, ഇവിടെ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഇതിലൂടെ സഞ്ചരിക്കുകയും അതിനുശേഷം അപവർത്തനം സംഭവിച്ച് ഇവിടെ വന്ന് കൂടിച്ചേരുകയും ചെയ്യും. ഈ കൂടിച്ചേരുന്ന പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുക. രണ്ടാമത്തെ ലെൻസ് പരിഗണിച്ചാൽ ഇവിടെ നിന്ന് പ്രകാശം വരികയും ഈ പ്രകാശം ഇവിടെ വന്ന് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിച്ചതിന് ശേഷം ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യും. ഈ പ്രകാശരശ്മികൾ കൂടിച്ചേരുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ ഇവിടെയായിട്ട് കൂടിച്ചേരും. ഇവിടെയാണ് ഫോക്കസ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 ലെൻസുകളിലും ഫോക്കസ് കിട്ടിയിരിക്കുന്ന ഡിറക്ഷൻ നോക്കിക്കേ. ഒരെണ്ണത്തിന് വലതുവശത്ത് കിട്ടി, രണ്ടാമത്തിൽ ഇടതുവശത്ത് കിട്ടി. ഇനി ന്യൂ കാർട്ടീഷ്യൻ നിയമപ്രകാരം അല്ലെങ്കിൽ സൈൻ കൺവേർഷൻ റൂളുകൾ അനുസരിച്ച്, അപ്പോൾ ലെൻസുകളിലോ ദർപ്പണങ്ങളിലോ അളവുകൾ പ്രസ്താവിക്കുന്നത് ന്യൂ കാർട്ടീഷ്യൻ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ന്യൂ കാർട്ടീഷ്യൻ നിയമം, ഈ ന്യൂ കാർട്ടീഷ്യൻ നിയമത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രസ്താവിക്കുമ്പം ന്യൂ കാർട്ടീഷ്യൻ നിയമം പറയുന്നത് എങ്ങനെയാണ്? എല്ലാ അളവുകളും ആരംഭിക്കുന്നത് ലെൻസിന്റെ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. അത് കോൺവെക്സോ കോൺകേവോ ഏത് ലെൻസും ആയിക്കോട്ടെ, അതിൽ അളവുകൾ ആരംഭിക്കുന്നത് ലെൻസിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ഓയിൽ നിന്നായിരിക്കും. അപ്പൊ എല്ലാ അളവുകളും ആരംഭിക്കുന്ന ലെൻസിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ഓയിൽ നിന്നാണ്. അവിടെ നിന്ന് ഇടതുവശത്തേക്ക് നിങ്ങൾ എടുക്കുന്ന എല്ലാ അളവും നെഗറ്റീവ് ആയിരിക്കും. ഇടതുവശത്തേക്ക് നിങ്ങൾ ഏത് അളവെടുത്താലും അതൊക്കെ നെഗറ്റീവ് ആയിരിക്കും. വലതുവശത്തേക്ക് എടുക്കുന്ന അളവൊക്കെ പോസിറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് എടുക്കുന്ന അളവൊക്കെ പോസിറ്റീവ് ആയിരിക്കും. താഴേക്ക് എടുക്കുന്ന അളവൊക്കെ നെഗറ്റീവ് ആയിരിക്കും. ഇത്ര ആലോചിച്ച് വെച്ചാൽ മതി. ന്യൂ കാർട്ടീഷ്യൻ നിയമത്തിൽ നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. പ്രകാശത്തിന് സമാന ദിശയിൽ സഞ്ചരിക്കുന്നത് പോസിറ്റീവും, പ്രകാശത്തിന് വിപരീത ദിശയിൽ എടുക്കുന്ന അളവൊക്കെ നെഗറ്റീവും, ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്ക് എടുക്കുന്നത് പോസിറ്റീവും, ഒപ്റ്റിക് ആക്സിസിന് താഴേക്ക് എടുക്കുന്നത് നെഗറ്റീവുമായിരിക്കും. ഇതാണ് ന്യൂ കാർട്ടീഷ്യൻ നിയമം. ഇപ്പോൾ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവിടെ ഫോക്കൽ ദൂരം കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് സൈഡിലാണോ നെഗറ്റീവ് സൈഡിലാണോ? നമ്മൾ നോക്കിക്കേ, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന -25 സെന്റിമീറ്റർ ആണ്. -25 സെന്റിമീറ്റർ എന്ന് പറയുമ്പം ഫോക്കൽ ദൂരം ഇടതുവശത്തേക്കാണ്. ലെൻസിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഫോക്കസിലേക്കുള്ള അകലമല്ലേ ഫോക്കൽ ദൂരം? ഈ ഫോക്കൽ ദൂരം ഇടതുവശത്തേക്കല്ലേ എടുത്തേക്കുന്നേ?
ആ ഫോക്കൽ ദൂരം ഇടതുവശത്തേക്ക് എടുത്തിരിക്കുന്നത് കൊണ്ട് ഇത് ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ആയിരിക്കോ കോൺകേവ് ആയിരിക്കോ? കോൺകേവ് ആയിരിക്കും. അപ്പോൾ ലെൻസ് കോൺകേവ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷനും നമുക്ക് സ്ട്രൈക്ക് ചെയ്യാം. കോൺവെക്സ് അല്ല, ഉറപ്പാണ്, കോൺകേവ് ആണ് അല്ലേ? അപ്പോൾ ഈ കോൺകേവ് ലെൻസ് ആണെന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തതിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? ഇതിൻ്റെ പവർ എന്താന്ന് കണ്ടുപിടിച്ചിട്ട് അതും കൂടി ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് ആണ് ഫോക്കസ് ദൂരമെങ്കിൽ കോൺകേവ് ആയിരിക്കും, പോസിറ്റീവാണ് ഫോക്കസ് ദൂരമെങ്കിൽ കോൺവെക്സ് ആയിരിക്കും. ഇത്രയുള്ള കാര്യം. ഫോക്കസ് ദൂരം പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ്, ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ്. ഇത്രയുള്ള കാര്യം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ക്ലിയർ ആയി. സെക്കൻഡ് ടേബിളിൽ വന്നിരിക്കുന്ന പവർ കണ്ടുപിടിക്കാനാണ്. പവർ ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു 1/f. പവർ പി എന്ന് പറയുന്നത് 1/f ആണ്. അപ്പോൾ പി ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുമ്പം എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? -25 സെൻറ്റിമീറ്റർ. പക്ഷെ പവർ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കസ് ദൂരത്തെ മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിനെ മീറ്ററിലേക്ക് മാറ്റുകയാണ്. -25 ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 0.25 മീറ്റർ. 0.25 മീറ്ററിന് കിട്ടി, ഫോക്കസ് ദൂരം കിട്ടി. മൈനസ് ഉണ്ട് കേട്ടോ, -0.25 മീറ്ററിന് കിട്ടി. ഇനി പവർ കണ്ടുപിടിക്കണമെങ്കിൽ പി ഇസ് ഈക്വൽ ടു 1/-0.25 ഇസ് ഈക്വൽ ടു -4 ഡയോപ്റ്ററാണ് കിട്ടുക. -4 ഡയോപ്റ്റർ എന്ന് കിട്ടിയാൽ നമ്മുടെ ആൻസർ നോക്കിക്കേ, കോൺകേവ് ലെൻസ് ആണ്, -4 ഡയോപ്റ്റർ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. കോൺകേവ് ലെൻസിൽ -4 ഡയോപ്റ്റർ ആൻസറിൽ വരുന്നത് ഓപ്ഷൻ സി ആണ്. ആൻസർ കിട്ടിയല്ലോ. പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണോ? എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. -4 ഡയോപ്റ്റർ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുക. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസിലേക്ക് നമ്മൾ വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാസ്റ്റായിട്ട് നോക്കിക്കോ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ 3-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? സാധാരണ ത്രാസ്, ടോങ്സ്, കത്രിക, പാക്കുവെട്ടി. ഇതിൽ 4ലും ഏതാണ് 3-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്നാണ് ചോദ്യം. ഇത് ഓർത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. 1-ാം വർഗ, 2-ാം വർഗ, 3-ാം വർഗ ഉത്തോലങ്ങളുടെ ക്രമം നോക്കണമെങ്കിൽ നിങ്ങൾ ഫ്രീ എന്നങ്ങോട്ട് ആലോചിച്ചോളൂ. ഫ്രീ, FRE. രണ്ടാമത്തെ ഈ തപ്പിപ്പോകരുത്, ഒരു ഇയേ ഉള്ളൂ. FRE ഫ്രീ എന്ന് പറയുക. അപ്പോൾ FRE ഫ്രീ എന്ന് പറയുമ്പം എഫിനെ നമ്മൾ ഫൽക്രം എന്ന് പറയും. ഫൽക്രം മലയാളത്തിൽ ധാരം എന്ന് വിശേഷിപ്പിക്കും. ധാരം എന്ന് പറയാം. 2 റെസിസ്റ്റൻ്റ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻ്റ് ആണ്. രോധം എന്ന് പറയും, അല്ലെങ്കിൽ ലോഡ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. രോധം അല്ലെങ്കിൽ ലോഡ് എന്ന് പറയും. 3-ാമത്തത് എഫേർട്ട്. E എന്ന് പറഞ്ഞാൽ എഫേർട്ട്, അതിനെ യത്നം എന്ന് പറയും. ഈ ക്രമത്തിൽ ആലോചിച്ചാൽ മതി. എഫ് നടുവിൽ വന്നാൽ 1-ാം വർഗം, R നടുവിൽ വന്നാൽ 2-ാം വർഗം, E നടുവിൽ വന്നാൽ 3-ാം വർഗം. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. എഫ് നടുവിലാണെങ്കിൽ 1-ാം വർഗം, R നടുവിൽ വന്നാൽ 2-ാം വർഗം, E നടുവിൽ വന്നാൽ 3-ാം വർഗം. അവിടെ നിങ്ങൾ നോക്കിക്കോ, ഇത്രയും കൂടി നോക്കിക്കോ. ഇതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന ഓരോ എക്സാമ്പിളുകളിൽ നോക്കുക. സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. അപ്പോൾ ഈ സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് നമ്മൾ എടുത്തു. ഇതാണ് ഒരു സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് എന്ന് പറയുന്ന ഉപകരണം. ഈ ഉപകരണത്തിൽ ഒരു ഭാഗത്ത് നമ്മൾ എന്തെടുത്തു വെച്ചു? ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചു എന്ന് കരുതുക. ആ വെജിറ്റബിൾസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി മറുഭാഗത്ത് നമ്മളൊരു മെറ്റൽ പീസ് എടുത്തു വെച്ചു എന്ന് കരുതുക. അപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ വെച്ചിട്ടുണ്ട്. ഈ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് രോധമാണോ, യത്നമാണോ, ധാരമാണോ? അപ്പോൾ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറഞ്ഞാൽ ഒരു ലിവറിനെ അല്ലെങ്കിൽ ഉത്തോലകത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതും അതിന് യഥേഷ്ടം ചലിക്കാൻ കഴിയുന്നതുമായ സ്ഥിരബിന്ദുവാണ് ധാരം. liver pivoted at a fixed point. It can freely move. ഒരു ഉത്തോലകത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതും അതിന് യഥേഷ്ടം ചലിക്കാൻ കഴിയുന്നതുമായ സ്ഥിരബിന്ദുവിനെയാണ് ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഈ ഒരു ത്രാസ് നമ്മൾ എടുത്താൽ ഈ ത്രാസിന് യഥേഷ്ടം ചലിക്കാൻ സഹായിക്കുന്നത് ഇവിടെയുള്ളൊരു പോയിന്റാണ്, അവിടെയുള്ളൊരു കണക്ഷനാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയാം. അപ്പോൾ എഫ് ഇവിടെയാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസിനെ എടുത്തു വെച്ചു. ഈ വെജിറ്റബിൾസ് ആണ് രോധം അല്ലെങ്കിൽ എന്ത് പറയുക, റെസിസ്റ്റൻ്റ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് നമ്മൾ എഫേർട്ട് പ്രയോഗിച്ചു. അവിടെ ഒരു മെറ്റൽ പീസ് എടുത്തു വെച്ചു. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ക്രമം നോക്കിക്കേ, RFE, നടുവിൽ വന്നിരിക്കുന്ന F ആണ്. എഫ് നടുവിൽ വന്നാൽ അത് ഒന്നാം വർഗ ഉത്തോലകമാണ്. ഓക്കെ, അപ്പം എഫ് നടുവിൽ വന്നാൽ അത് ഒന്നാം വർഗ ഉത്തോലകമാണ്. നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ, എഫ് നടുവിലാണെങ്കിൽ ഒന്നാം വർഗം, R നടുവിലാണെങ്കിൽ രണ്ടാം വർഗം, E നടുവിലാണെങ്കിൽ മൂന്നാം വർഗം, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരം അല്ലെങ്കിൽ എഫ് നടുവിൽ വന്നതുകൊണ്ട് സാധാരണ ത്രാസ് ഒന്നാം വർഗ ഉത്തോലകമായിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഏതാ പറഞ്ഞേക്കണേ, ടോങ്സ്. ടോങ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഐസ് ടോങ്സിനെ പരിഗണിക്കുക. ഐസ് ടോങ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നെല്ലിക്കയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ ഇറുക്കിയെടുക്കുന്ന ഉപയോഗിക്കുന്നില്ലേ, ടോങ്സ് എന്ന് പറയുന്നവ. അപ്പോൾ ഐസ് ടോങ്സ് അല്ലെങ്കിൽ ടോങ്സ് എന്ന് പറയുന്ന ഒരു ഷേപ്പ് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഈ ഒരു ഷേപ്പിൽ ഒരു ഉപകരണം ഇരിക്കുക. ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഐസ് എടുത്തു. ഐസ് ആ ഭാഗത്തായിരിക്കുന്നത്. ഈ ഐസ് ഇരിക്കുന്ന ഈ ഐസിനെയാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ രോധം എന്ന് പറയുക. കാരണം ഒബ്ജക്റ്റ് വി നീഡ്സ് ടു ഡിസ്പ്ലേസ്, അതാണ് റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ രോധം എന്ന് പറയുക. ഏത് വസ്തുവിലാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിനെ റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ രോധം എന്ന് പറയും. അപ്പോൾ ഇവിടെ രോധം നമുക്ക് കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. റെസിസ്റ്റൻസ് ഇവിടെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ടോങ്സിനെ പിടിച്ച് ഈ ഭാഗത്തേക്കല്ലേ ബലം പ്രയോഗിക്കുക. അപ്പം നമ്മൾ പ്രയോഗിക്കുന്ന ബലം ഈ ഭാഗത്താണ്. അതിനെ നമ്മൾ എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയും. അവിടെയാണ് എഫേർട്ട് അല്ലെങ്കിൽ യത്നം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുക. നോക്കുക, ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ചലനം നിയന്ത്രിക്കുന്നത്. ആ രണ്ട് ഭാഗങ്ങളെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവയുടെ ചലനം നിയന്ത്രിക്കുന്ന ഈ ഒരു പോർഷനാണ്. ഈ പോർഷനെ നമ്മൾ ധാരം അല്ലെങ്കിൽ എഫ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം നടുവിൽ വന്നേക്കുന്ന ആരാ, ഇ ആണ് അല്ലേ, FRE. ഈ നടുവിൽ വന്നാൽ FER, ഇതാണ് ഇതിൻ്റെ ക്രമം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഈ നടുവിൽ വന്നാൽ എത്രാം വർഗ ഉത്തോലകം എന്നാ പറഞ്ഞേ, നമ്മൾ എഴുതിയേക്കുന്ന രീതി നോക്കിക്കേ. എഫ് നടുവിൽ വന്നാൽ ഒന്നാം വർഗം, R നടുവിൽ വന്നാൽ രണ്ടാം വർഗം, E നടുവിൽ വന്നാൽ മൂന്നാം വർഗം. ഓൾറെഡി ആൻസർ കിട്ടിക്കഴിഞ്ഞു. ടോങ്സ് മൂന്നാം വർഗമാണ്. ടോങ്സ് മൂന്നാം വർഗമാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ ത്രാസ് ഒന്നാം വർഗമാണെങ്കിൽ ടോങ്സ് മൂന്നാം വർഗമാണ്. രണ്ടും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ കത്രിക എത്രാം വർഗം എന്ന് ആലോചിച്ച് നോക്കിക്കേ. കത്രിക എന്ന് പറയുന്നത് എത്രാം വർഗം ഉത്തോലകമാണ് എന്ന് ചോദിച്ചാൽ കത്രികയുടെ ഷേപ്പ് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് നോക്കുക. കത്രികയുടെ ഷേപ്പ് ഇങ്ങനെ നമ്മൾ കത്രിക എടുത്തു. ഈ കത്രികയെ നടുവിലൊരു സ്ക്രൂവിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയായിട്ടൊരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂവിലാണ് കത്രികയെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്ക്രൂവിനെ നമ്മൾ എന്തായിട്ട് പരിഗണിക്കും, എഫ് ആയിട്ട് പരിഗണിക്കും. കാരണം എന്താ, ഉത്തോലകത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഭാഗമാണ് ധാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് ഭാഗങ്ങളെയും, സിസേഴ്സിലെ രണ്ട് ഭാഗങ്ങളെയും ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന നടുവിലൊരു സ്ക്രൂവിലാണ്. ആ സ്ക്രൂവിനെ നമ്മൾ ധാരം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ധാരം നമുക്ക് കിട്ടി. ഇനി ഇവിടെ മുറിക്കേണ്ട വസ്തുവിനെ നമ്മൾ വെക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, രോധം എന്ന് പറയുക. ഒബ്ജക്റ്റ് വി നീഡ്സ് ടു ഡിസ്പ്ലേസ്, അതാണ് രോധം, R എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം എന്ന് പറയുന്നതിനെ R ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ആ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്ന ഈ ഒരു പോർഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് നോക്കിക്കേ. ഈ ഒരു ഭാഗത്തേക്കല്ലേ നമ്മൾ പിടിക്കുക, ഈ പോർഷനിലല്ലേ നമ്മൾ പിടിക്കുക. നമ്മൾ പിടിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. ആ പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്ന് പറയും. അപ്പോൾ ഓർഡർ നോക്കിക്കേ, എന്താ ഓർഡർ വന്നേക്കണേ, RFE. നടുവിൽ വന്നേക്കുന്ന F ആണ്. ഇത് ഒന്നാം വർഗമായിരിക്കും. കത്രിക എന്ന് പറയുന്ന എത്രാം വർഗ ഉത്തോലകമായിരിക്കും, ഒന്നാം വർഗ ഉത്തോലകമായിരിക്കും. അതേപോലെ നമ്മൾ അടുത്തൊരു ഓപ്ഷനും കൂടി നോക്കുകയാണ്, പാക്കുവെട്ടി. നമ്മുടെ നട്ട് ക്രാക്കർ അല്ലെങ്കിൽ പാക്കുവെട്ടി എന്ന് പറയുന്നവ. ഈ പാക്കുവെട്ടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഈ സാധാരണ പ്രസ്സുകളിൽ, പ്രിൻറ്റിങ് പ്രസ്സിലൊക്കെ ആ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മുറിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉപകരണമുണ്ട്. ഈ ഉപകരണത്തെ നമ്മൾ സാധാരണയായിട്ട് ഈ പാക്ക് വെട്ടിക്ക് സമാനമായിട്ട് ഉപയോഗിക്കാം. അതായത് ഇങ്ങനെയൊരു പലകയിരിപ്പുണ്ട്. ഈ പലകയിലേക്ക് ഒരു കത്തി ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ കത്തി ഈ ഭാഗത്ത് ഫിക്സ്ഡ് ആണ്. അപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് കത്തി ഫിക്സ്ഡ് ആണ്. ആ ഫിക്സായി വെച്ചിരിക്കുന്ന ഭാഗത്തെ നമ്മൾ എന്ത് പറയും, എഫ് എന്ന് പറയും. ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തെയല്ലേ എഫ് അല്ലെങ്കിൽ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുക. ഇനി മുറിക്കേണ്ട അടക്ക, നട്ട് ക്രാക്കർ,
പാക്ക് വെട്ടി, പാക്കല്ലെങ്കിൽ നട്ടാണ് മുറിക്കേണ്ടത്. ഈ നട്ട് ക്രാക്കറിൽ ഈ നട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം എന്ന് പറയുക. എന്നിട്ട് ഈ കത്തിയുടെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പിടിക്കുക. നമ്മൾ പിടിക്കുന്ന പോർഷൻ ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിക്കും. ഈ പിടിക്കുന്ന പോർഷനാണ് എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നടുവിൽ ആരാ വന്നേക്കണേ? FRE. 6 നടുവിൽ വന്നിരിക്കുന്നത്. 6 നടുവിൽ വന്നാൽ 2ാം വർഗ ഉത്തോലകമാണ്. ഓപ്ഷനിൽ നമുക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ആൻസർ ഓൾറെഡി നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. ആൻസർ എന്ന് പറയുന്നത് എത്രാം വർഗ ഉത്തോലകമായിരുന്നു? സോ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ടോങ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാറ്. എല്ലാവർക്കും അടുത്തൊരു എക്സാമിലേക്ക് പോകുമ്പം കൃത്യമായിട്ട് ആൻസർ ചെയ്യാനും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും കൃത്യമായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുവരെ സൈലം ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ കാണുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും താങ്ക് യു.